രഞ്ജുവാണ് ടൂസംപോളിലേക്ക് സ്വാഗതം. വിദേശയാത്ര പോകുന്നത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടിപ്സ് ആണ് നിങ്ങളുമായിട്ട് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഒരു കസ്റ്റമർ ടൂർ പാക്കേജിനായിട്ട് വന്നു. അവർ മലേഷ്യയാണ് ചൂസ് ചെയ്യുന്നത്. എല്ലാം റെഡി ആയിട്ട് അവർ പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് പേജ് എനിക്ക് അയച്ചു തന്നു ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോഴാണ് അറിയുന്നത് അവരുടെ പാസ്പോർട്ടിൽ വാലിഡിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമതായിട്ട് പറയാനുള്ളത് വാലിഡിറ്റി തന്നെയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ മുതൽ 6 months വാലിഡിറ്റി നമുക്ക് പാസ്പോർട്ടിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ഉടനെ തന്നെ പാസ്പോർട്ട് റിന്യൂവലിന് കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് 6 മാസം വാലിഡിറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് സ്റ്റേ ചെയ്യാനുള്ള മാക്സിമം ഡ്യൂറേഷൻ 6 months ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ റെസിഡൻസ് പെർമിറ്റ് വേണം. അപ്പോൾ മിനിമം 6 months എങ്കിലും വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഡേറ്റ് മുതൽ നോക്കണം, അല്ലാതെ ടിക്കറ്റ് എടുക്കുമ്പോഴോ നമ്മൾ നോക്കുന്ന ഡേറ്റ് വെച്ചിട്ടല്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ രണ്ടാമതായിട്ട് നോക്കാനുള്ളത് ബ്ലാങ്ക് പേജ് ഉണ്ടോ എന്നുള്ളത്. മിനിമം 2 pages എങ്കിലും ബ്ലാങ്ക് ആയിട്ട് ഉണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വിസകളും സ്റ്റാമ്പ്ഡ് വിസ എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അതിന് പേജ് വേണം. അതേപോലെ എമിഗ്രേഷൻ്റെ സീല് 2-3 സീൽ അടിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ സീൽ അടിക്കാനുള്ള പേജസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ബ്ലാങ്ക് പേജ് ഇല്ല എങ്കിൽ പാസ്പോർട്ട് റിന്യൂവലിന് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കണ്ടീഷൻ. ഈ പാസ്പോർട്ട് ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നമ്മൾ ജസ്റ്റ് കസ്റ്റഡി മാത്രമാണ്. നമ്മൾ പൈസയെ കൊടുത്തിട്ടാണ് പാസ്പോർട്ട് വാങ്ങിക്കുന്നതെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നതുപോലെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പാസ്പോർട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ മോശമാണ് എങ്കിൽ കളറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലാമിനേഷൻ പോവുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ക് വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ പെനാൽറ്റി കൊടുത്തിട്ട് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഡാമേജ് ആയ ഒരു പാസ്പോർട്ടുമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പാസ്പോർട്ട് ഡാമേജ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്പോർട്ടുമായിട്ട് ക്രോസ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ടിക്കറ്റിൻ്റെ നെയിം, സർനെയിം, ഗിവൺ നെയിം ഒക്കെ നമ്മുടെ പാസ്പോർട്ടിലെ പോലെ കറക്റ്റ് ആണോ, അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴും തന്നെ കറക്റ്റ് ആയിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാതെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കുടുങ്ങും. അപ്പോൾ ടിക്കറ്റ് ട്രാവൽ ഏജൻസി, ഞങ്ങളെപ്പോലെ ട്രാവൽ ഏജൻസിയാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വിസ ഇഷ്യൂ ആയി വന്നു കഴിഞ്ഞാലും നമ്മുടെ പാസ്പോർട്ടുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. നെയിം എല്ലാം കറക്റ്റ് ആണോ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്തുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആണോ, എന്തൊക്കെയാണോ ഫീൽഡിലുള്ളത് അത് നമ്മുടെ പാസ്പോർട്ടുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. അതേപോലെ നമ്മുടെ ഓൾഡ് പാസ്പോർട്ട് ഉണ്ട് എങ്കിൽ, നമ്മുടെ മുമ്പത്തെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതെ സൂക്ഷിക്കുക. പല അവസരങ്ങളിലും ഈ ഓൾഡ് പാസ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. അതേപോലെ നമ്മുടെ പാസ്പോർട്ടിൽ ECR പാസ്പോർട്ട് ആണോ എന്നുള്ളത്, അത് ഇമിഗ്രേഷൻ ക്ലിയർ റിക്വയർഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ആണോ എന്ന് നമ്മൾ നോക്കണം. അത് പാസ്പോർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഇമിഗ്രേഷൻ ക്ലിയർ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. അതുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ഏജൻസിയോടൊക്കെ നേരത്തെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്കാൻ ചെയ്ത് മെയിലിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മിസ്സാവുകയാണെങ്കിൽ ഈ പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പാസ്പോർട്ട് നമ്പരും ഒക്കെ അതിനകത്തുകൂടെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് മെയിലിനകത്ത് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.